ഹലോ, ഗുഡ് മോർണിംഗ്. എണീക്കാൻ കുറച്ച് വൈകിട്ടാ. വേറെ നല്ല മഴയുമാണ്. രാത്രി തലവേദന, ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓണം കറുത്തിരിക്കുകയാണ്. അപ്പോൾ പാല് വാങ്ങാൻ പോകാൻ പറ്റിയില്ല മഴ കാരണം. അപ്പോൾ ഇന്ന് പാൽപ്പൊടി ചായയാണ് കുടിക്കാൻ പോകുന്നത്. നബിദിനല്ലേ, അപ്പോൾ ഇക്കയും കുഞ്ഞും പോവാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ വേഗം ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. എനിക്കും നല്ല തലവേദനയുണ്ട് കേട്ടോ. രാവിലെ ഉറങ്ങി എണിച്ചു എന്ന് പറഞ്ഞാലും വലുതായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ വേഗം ഞാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചായ ഉണ്ടാക്കണം കേട്ടോ. പാൽപ്പൊടി ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നന്നല്ലെന്നറിയാം, പക്ഷെ എനിക്കിഷ്ടമാണ്. 3 ഗ്ലാസ്സിൽ ഒഴിക്കുക. 4 ഗ്ലാസ്സില്ല, കാരണം ഫൈക്കുട്ടനില്ല. ഫൈക്കുട്ടൻ ഇക്കാൻ്റെ വീട്ടിലോട്ട് വിരുന്ന് പോയിരിക്കുകയാണ്. എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ വയ്യ കേട്ടോ. ഒരു ഉഷാറില്ല. എന്നാലും വീഡിയോ ചെയ്യണം, അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞ് വേഗം എടുത്ത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇക്കും പൊന്നൂസൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. പൊന്നൂസ് ടെൻഷനായിട്ട് നിൽക്കുകയാണ്. കാരണം 7:30 എത്താൻ പറഞ്ഞു. സമയമായി. അപ്പോൾ ഇക്ക പറയുന്നുണ്ട് മഴയല്ലേ, എല്ലാവരും വൈകിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് വോയിസ് കൊടുക്കാൻ പോലും കിട്ടണില്ല, ഒന്നും പറയാൻ കിട്ടണില്ല. അങ്ങനെ ഇക്കാക്ക് ചായ കൊടുത്ത് അടുത്തത് പൊന്നൂസിന് കൊടുത്ത്. പൊന്നൂസിന് ചായ അങ്ങനെ കുടിച്ച് ശീലമല്ല. മദ്രസയിൽ പോകുമ്പോൾ അതാണ് വേണ്ട എന്നാൾ പറയുന്നത് കേട്ടോ. അവള് സ്കൂളുള്ളപ്പോഴാണെങ്കിലും വെറും വയറോടെയാണ് പോവുക. അതങ്ങനെ ശീലമാണ്. രാവിലെ ഒന്നും അങ്ങനെ കഴിക്കില്ല. വന്നിട്ടാണ് ചായ അടക്കം അവള് കുടിക്കല്. എങ്ങനെയൊക്കെയോ ഞാൻ കുറച്ച് കുടിക്ക് നടക്കാനുണ്ടാവും, വയ്യാതാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ടെൻഷനായി. അവളുടെ പൊരിച്ചല് അവള് സാധാ ചെരുപ്പിട്ടിട്ട് അങ്ങോട്ട് ഓടണ്. പറഞ്ഞപ്പോഴാണ് തിരിച്ചു വന്നത് ചെരുപ്പിട്ടിട്ടാ. എന്നിട്ട് പോകുമ്പോൾ എൻ്റെ പുതിയ ചെരുപ്പ് തരുമോന്നാണ് ഈ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മഴയാണ്, ഞാൻ തരില്ല, മര്യാദക്ക് വെക്കാമെന്ന് പറയാം. അപ്പോൾ ദേഷ്യം വന്ന ആള് പോകണം. എൻ്റെ ഒരു ചെരുപ്പും ഒക്കെ അവിടെ നിന്ന് പറഞ്ഞു. ഇപ്പാനോട് പറഞ്ഞു കൊടുക്കണം ചെരുപ്പ് തന്നില്ല എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അവരിതാ ടാറ്റയും പറഞ്ഞ് പോവാൻ നിൽക്കണം. ഫൈമോൻ്റെ കുറവ് നല്ലപോലെ അനുഭവിച്ചു ഇന്ന്. പക്ഷെ എന്താ ചെയ്യുക, അവൻ വിരുന്ന് പോകണമെന്ന് പറഞ്ഞ് അവൻ പിന്നെ മദ്രസയിൽ പാട്ടിനൊന്നും ചേർന്നിട്ടില്ല. അവന് അടുത്ത കൊല്ലം എന്താണ് അവൻ പറഞ്ഞിട്ടൊന്നും അനുസരിച്ചില്ല കേട്ടോ. അപ്പോൾ അവർ പോയി. ഇനിയിപ്പോൾ എന്താ അടുത്ത് നമുക്ക് വല്ലതും തിന്നാനേ പോയി ഉണ്ടാക്കട്ടെ. ഇങ്ങനെ ഇന്ന പറ്റില്ല, മാവൊന്നും ആട്ടിയതില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ടാറ്റ.